Okay, welcome. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് ഡിസോൺ ഹൈബ്രിഡ് ക്യാമ്പസ്. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് MS യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് സ്റ്റുഡൻസിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറിലെ ഒരു കോഴ്സാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിലെ ഒരു കോഴ്സാണ്. ഒരു യൂണിറ്റ് 4 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ലെറ്റർ റൈറ്റിംഗ് എന്താണ് നമുക്കറിയാമല്ലേ. നമ്മൾ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിരിക്കും. നമുക്കൊരു ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. പക്ഷേ നമ്മൾ ലെറ്റർ റൈറ്റിങ്ങിൽ തന്നെ പലതരത്തിലുള്ള ലെറ്ററുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ലെറ്ററുകൾക്കൊക്കെ നമ്മളെല്ലാവർക്കും ഒരുപോലെയാണോ ലെറ്റർ എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും നമ്മൾ എഴുതുന്ന ലെറ്ററിൻ്റെ സ്ട്രക്ചറുകൾ ഒന്നാണോ? അല്ല അല്ലേ, വ്യത്യാസമാണ്. പല ലെറ്ററുകൾക്കും പല തരത്തിലുള്ള സ്ട്രക്ചറുകളാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് ആണ് നമ്മുടെ ടോപ്പിക്. നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ലെറ്റർ റൈറ്റിംഗ്. ഈ ഒരു ലെറ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള എന്താണ്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് പഠിക്കാനുള്ളത്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔപചാരികമായി നമ്മൾ എഴുതുന്ന കത്തുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫോർമൽ ലെറ്റേഴ്സ് ആർ പേഴ്സണൽ ലെറ്റേഴ്സ് ദാറ്റ് ആർ written to let your friends or family know about what is going on in your life and to convey your regards. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫോർമൽ ലെറ്റർ ആണ് കേട്ടോ. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അനൗപചാരികമായി നമ്മൾ എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കസിൻസിന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് നമ്മൾ അയക്കുന്ന ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഫോർമൽ ലെറ്റേഴ്സ് ആർ പേഴ്സണൽ ലെറ്റേഴ്സ്. എന്താണ്? പേഴ്സണൽ ലെറ്റേഴ്സ് ആണ് ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ആർ റിട്ടൺ ടു ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി നോ അബൌട്ട് what is going on in your life and to convey your regards. എന്താണ് ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ആർ പേഴ്സണൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ലെറ്ററാണ് എന്താ പറയുന്നത്? ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ആർ റിട്ടൺ ടു ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി നോ അബൌട്ട് what is going on in your life and to convey your regards. എന്താണ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നമ്മുടെ റിഗാർഡ്സുകൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ലെറ്ററാണ് എന്ത്? ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. An informal letter is usually written to a family member, a close acquaintances or a friend. എന്താ പറയുന്നത്? നമ്മളൊരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ ഒരു ഇൻഫോർമൽ ലെറ്റർ നമ്മൾ ആർക്കാണ് എഴുതുക? നമ്മളൊരു ഫാമിലി മെമ്പറിന്, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന്. അങ്ങനെയാണ് നമ്മൾ എന്താ എഴുതാറുള്ളത്? നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ നമ്മൾ എഴുതാറുള്ളത്. ഓക്കെ. ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ആൻ ഇൻഫോർമൽ ലെറ്റർ ഈസ് കാഷ്വൽ ആൻഡ് പേഴ്സണൽ. എന്താണ്? നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എഴുതുന്ന ലെറ്ററുകളിൽ നമ്മൾ എങ്ങനെയാണ് അതിലെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? അത് തികച്ചും കാഷ്വൽ ആയിരിക്കും, പേഴ്സണൽ ആയിരിക്കും അല്ലേ. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും അതിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കാഷ്വലായിട്ട് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് വിശേഷം നമുക്ക് ചോദിക്കാറില്ലേ നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇൻഫോർമൽ ലെറ്ററിലും എന്ത് എഴുതാറുള്ളത് എന്നാണ് പറയുന്നത്. ദെൻ എബൌട്ട് ആൻ ഇൻഫോർമൽ ലെറ്റർ ആണ് നമ്മളോട് ഇനി അടുത്തത് പറയുന്നത്. എബൌട്ട് ആൻ ഇൻഫോർമൽ ലെറ്റർ യു ക്യാൻ ലിറ്ററലി റൈറ്റ് അബൌട്ട് എനിത്തിങ് യു ഫീൽ. എന്താണ്? ഇൻഫോർമൽ ലെറ്ററിൽ നമുക്ക് എന്തും എഴുതാം. എനിത്തിങ് യു ഫീൽ ഓർ തിങ്ക് യു വാട്ട് ടു കൺവേ. എന്താ പറയുന്നത്? നമുക്ക് എന്താണോ പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, അത് നമുക്ക് നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൽ എഴുതാം. Informal letters can be written to inform your dear
വൺ അബൌട്ട് യുവർ സക്സസ് ഇൻ എ കോമ്പറ്റീഷൻ. എന്താണ് ഇൻഫോർമൽ ലെറ്ററിൽ ഇപ്പം നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, ആ കോമ്പറ്റീഷൻ്റെ സക്സസ്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതാം. അത്തരത്തിലുള്ള ലെറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമൽ ലെറ്റർ. അപ്പം ഇൻഫോർമൽ ലെറ്റർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. about a movie you watched recently, about a trip that you would be going on, etc. എന്താണ് നമ്മളൊരു ട്രിപ്പ് പോയതിനെ കുറിച്ച്, നമ്മൾ ഇന്നലെ കണ്ട ഒരു സിനിമയെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു അതിൻ്റെ എക്സ്പീരിയൻസ് പറയാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഒരു ഇൻഫോർമൽ ലെറ്റർ നമ്മൾ എഴുതാറുള്ളത് അല്ലേ. Then it can be also be to inquire about their well-being, to invite them to go along with you on a trip. എന്താണ് അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ് ചോദിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോവാം, ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാവാം. യു ക്യാൻ ബി ആസ് എ പേഴ്സൺ ആസ് യു വാണ്ട് വെൻ റൈറ്റിംഗ് ആൻ ഇൻഫോർമൽ ലെറ്റർ. എന്താണ് നമ്മളായിട്ട് തന്നെ, എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരെ കാണുമ്പോൾ ഒരു സുഹൃത്തിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ എനിക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമൽ ലെറ്ററിൽ എഴുതാം, സംസാരിക്കാം, പറയുകയൊക്കെ ചെയ്യാം. അത്തരത്തിലുള്ള ലാംഗ്വേജുകൾ എനിക്ക് ഇൻഫോർമൽ ലെറ്ററിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. നമ്മൾ തികച്ചും നമ്മുടെ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഇന്ന ഫ്രം വേണം ടു വേണം അങ്ങനെയല്ല. നമുക്ക് അതിലെ ലാംഗ്വേജുകൾക്കും ഒക്കെ ഒരു എന്താണ് പറയുക, നമ്മൾ കാഷ്വലായിട്ട് പറയുന്നതാണ് ഇൻഫോർമൽ ലെറ്ററിൽ എഴുതേണ്ടത്. ദെൻ ഫോർമാറ്റ് ഓഫ് എ ഇൻഫോർമൽ ലെറ്റർ ആണ് ഇനി പറയാൻ പോകുന്നത്. ലൈക്ക് എനി ലെറ്റർ ദർ ഈസ് എ ഫോർമാറ്റ് ടു റൈറ്റ് എൻ ഇൻഫോർമൽ ലെറ്റർ ഇൻ ഇംഗ്ലീഷ്. എന്താണ് ഇംഗ്ലീഷിലെ എല്ലാ ലെറ്ററുകളെയും പോലെ തന്നെ ഇൻഫോർമൽ ലെറ്റർ എഴുതാനും എന്തുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇൻഫോർമൽ ലെറ്റർ എഴുതാനും ഒരു ഫോർമാറ്റ് ഉണ്ട്. Then unlike a formal letter, an informal letter does not need to state something specific. It can be written in an easy conversational style. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലെറ്റർ എന്താണ്, നമുക്കതിൽ പ്രത്യേകിച്ച് അതിൽ എന്തെങ്കിലും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ഒരു ചിട്ടയോടുകൂടി എഴുതണം എന്നല്ല. നമുക്കിതൊരു എസ്സേ ടൈപ്പായിട്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫായിട്ട് തന്നെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ടൈപ്പിൽ നമുക്ക് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എന്താണ് അതിൻ്റെ സ്ട്രക്ചർ ഈ ടൈപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതാവുന്നതാണ് എന്നാണ് പറയുന്നത്. ദേ ആർ ഇൻ ദിസ് നേച്ചർ ഓഫ് എ ഫ്രണ്ട്ലി ചാറ്റ്. എന്താണ് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ലി ചാറ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമൽ ലെറ്റർ എഴുതാം. ദെൻ സോ ഇറ്റ് ക്യാൻ ബി ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് ടോപ്പിക്സ്. എന്താണ് അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് ഉൾപ്പെടുത്താം. ഇറ്റ് ക്യാൻ ഹാവ് all that you want to tell your dear one about. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ എനിക്കൊരു ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം എന്ത് ചെയ്യാം, എനിക്കതിൽ പറയാമെന്നാണ് പറയുന്നത്. Then you can use colloquial expressions unlike formal letters. എന്താണ് ഫോർമൽ ലെറ്റേഴ്സിലെ പോലെ അല്ലാതെ നമുക്ക് എന്താണ് കൊളോക്കിയൽ ആയിട്ടുള്ള നമ്മളുടേതായ ഭാഷകൾ, അല്ലെങ്കിൽ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ചില പേരുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൽ ഉൾപ്പെടുത്താം. There are a few easy guidelines that you can follow to be able to write impressive informal letter. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ്. ഇങ്ങനെ ഒരു പേജ് വരയ്ക്കുന്നു, ആ പേജിൽ നമ്മൾ കുഞ്ഞാകുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുന്ന സമയത്ത് നമ്മളോട് ഒരു ലെറ്റർ എഴുതാൻ പറയല്ലേ, മൈ ഡിയർ, ഹോപ്പ് യു ആർ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതുന്നു. അതിൻ്റെ ഈ സൈഡിൽ നമ്മൾ അതിൻ്റെ ഡേറ്റ് എഴുതുന്നു, നമ്മളിങ്ങനെ പാരഗ്രാഫ് എഴുതുന്നു, താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്നേഹത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേരും എഴുതുന്നു അല്ലേ, കഴിഞ്ഞു. അതാണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഇൻഫോർമൽ ലെറ്റർ അത് തന്നെയാണ്. അപ്പോൾ ഫോം ഓഫ് ഗ്രീറ്റിങ്സ്, അതിൻ്റെ ഗ്രീറ്റിങ്സ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സല്യൂട്ടേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻ ഇൻഫോർമൽ ലെറ്റേഴ്സ് ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി യു ക്യാൻ അഡ്രസ് ദം ബൈ ദെയർ നെയിംസ്, പ്രിഫിക്സ് ബൈ ക്വാളിഫയിങ് ടേംസ് സച്ച് ആസ് ഡിയർ, മൈ ഡിയർ, ഡിയറസ്റ്റ് എക്സെട്ര. എന്താണ് നമുക്ക് ഇപ്പോൾ ഒരു സല്യൂട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് പേര് വിളിച്ചിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഡിയർ, മൈ ഡിയർ, ഡിയറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ദെൻ യു ക്യാൻ ആൾസോ അഡ്രസ് ദം ബൈ ദെയർ പെറ്റ് നെയിംസ്. നമുക്കവരെ പെറ്റ് നെയിം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സ് ചെയ്യാം. പെറ്റ് നെയിം വെച്ചിട്ട് നമുക്കവരെ
അഡ്രസ്സ് ചെയ്യാം. ദെൻ എക്സാമ്പിൾ ഡിയറസ്റ്റ് റോഷി അല്ലെങ്കിൽ ഡിയറസ്റ്റ് ജോണി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ബൈ ദെയർ റിലേഷൻഷിപ്പ് വിത്ത് യു, ഡിയർ അങ്കിൾ അല്ലെങ്കിൽ ഡിയറസ്റ്റ് ഗ്രാൻഡ്മ, മൈ ഡിയർ കസിൻ എന്നൊക്കെ നമുക്കും എഴുതാം. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്താണോ അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഇഫ് യു ക്യാൻ റൈറ്റിംഗ് ടു ആൻ ഓർഡിനറി ഫ്രണ്ട് ഹൂ ഈസ് ഓൾഡർ ദാൻ യു ആർ or a superior rank, it is respectful to use prefix such as Mr. or Mrs. Miss. ഇതൊക്കെ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഡിയർ മിസ്റ്റർ റെഡ്ഡി എന്നൊക്കെ നമുക്ക് അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡിയർ മിസ്റ്റർ റെഡ്ഡി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മിസ്റ്റർ മിസ്സസ് മിസ് വെച്ചിട്ട് നമുക്ക് എന്താണ് സല്യൂട്ടേഷൻ കൊടുക്കാം. അപ്പോൾ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ കൊടുക്കാം. മൈ ഡിയർ, മൈ കസിൻ, മൈ ഗ്രാൻഡ് മദർ, മൈ ഡാഡി, മൈ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് തുടങ്ങാം. ദെൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് ബോഡി ഓഫ് ദ ലെറ്റർ എങ്ങനെയായിരിക്കണം, ഫസ്റ്റ് നമുക്കൊരു നമ്മൾ എന്താണോ പറയാൻ പോകുന്നത്, നമ്മുടെ ഇപ്പോൾ സുഖമാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നലെ ഞാനൊരു സിനിമയ്ക്ക് പോയി, അപ്പോൾ അതെങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു നമുക്ക് പറഞ്ഞിട്ട് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ അങ്ങനെ ഫസ്റ്റ് ബോഡി അങ്ങനെ ആയിരിക്കണം. ദെൻ കൺക്ലൂഷനിൽ ദ എൻഡ് ഓഫ് ഇൻഫോർമൽ ലെറ്റർ ഓൺ എ ഫ്രണ്ട്ലി നോട്ട്, യൂസ് വേർഡ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റെസിപ്റ്റ് ഫീൽസ് ലൈക്ക് ദേ ഹാവ് ഹാഡ് എ വണ്ടർഫുൾ ടൈം ചാറ്റിംഗ് വിത്ത് യു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു കൺക്ലൂഷനിൽ, ഈ കൺക്ലൂഷനിലാവുന്ന സമയത്ത് എന്താണ് നമ്മളുമായിട്ട് നന്നായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ, ആ സന്തോഷം ആ ഒരു കൺക്ലൂഷനിൽ നമുക്ക് കാണാൻ കഴിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺക്ലൂഷൻ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സംതൃപ്തി കിട്ടണമെന്നാണ് പറയുന്നത്. ദെൻ സീ യു ദാറ്റ് യു മേക്ക് ഷുവർ യു ലെറ്റ് ദം നോ ദാറ്റ് യു വുഡ് ബി awaiting their response to your letter. എന്താണ് ആ ഒരു കൺക്ലൂഷനിൽ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്ത്, ഞാൻ നിൻ്റെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നുള്ളത് ആർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ആ ഒരു കൺക്ലൂഷനിൽ നമ്മുടെ വേർഡ് കൊണ്ട് നമ്മളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. then അടുത്തത് ലാസ്റ്റ് ദ ഫോം ഓഫ് സബ്സ്ക്രിപ്ഷൻ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്, you can use the informal letter to relatives and near friends. Your affectionately, yours lovingly, your loving friend, with love എന്നൊക്കെ നമുക്ക് എന്താണ് ചേർക്കാം. ദെൻ അതുപോലെ തന്നെ മോസ്റ്റ്ലി യുവർ ഫസ്റ്റ് നെയിം എന്താണ് പറയുന്നത്, നമ്മുടെ യുവേഴ്സ് നെയിം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെയിം കൊടുക്കാം, നമ്മുടെ സിഗ്നേച്ചറും കൊടുക്കാം, അല്ലെങ്കിൽ യുവർ സിൻസിയർലി എന്നോ കൈൻഡ് റിഗാർഡ്സ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ലെറ്റർ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നുണ്ടാവും എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാറ്റ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർമൽ ലെറ്റേഴ്സ് ഓൾസോ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, തികച്ചും നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കസിൻസിന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ അയക്കുന്ന ലെറ്ററാണ് എന്ത്, ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ അനൗപചാരികമായ എഴുത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിന് അയക്കുന്നത്, നമ്മുടെ കസിൻസിന് അയക്കുന്നത്, നമ്മളെ സാധാ ഭാഷയിൽ നമ്മൾ എഴുതുന്ന ലെറ്ററാണ് എന്ത്, ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഔപചാരികമായ കത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലീവ് ലെറ്റേഴ്സ് ആവാം, ഒരു ആപ്ലിക്കേഷൻ ആവാം, നമ്മളൊരു ജോലി എൻക്വയറി നടത്തുന്നതാവാം, അപ്പോൾ നമ്മളൊരു അപേക്ഷ അയക്കുന്നതാവാം, നമ്മളൊരു യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ അയക്കുന്നതാവാം, നമ്മളെന്തെങ്കിലും ഗ്രീവൻസിന് അപേക്ഷ അയക്കുന്നതാവാം. ഇതൊക്കെ എന്താണ്, ഫോർമൽ ലെറ്ററാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒന്നും വേണം, നമ്മൾ കല്യാണക്കത്ത് അടിക്കില്ലേ, ഇൻവിറ്റേഷൻ ലെറ്റർ, അതുപോലും ഒഫീഷ്യൽ ലെറ്ററാണ്. അതിലെല്ലാ വിഷയങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ പറയുന്ന ഭാഷയാണോ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൽ എഴുതുക, അല്ലല്ലോ. അപ്പോൾ അതും ഒരു ഒഫീഷ്യൽ ലെറ്ററാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് എ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്, ഫോർമൽ ലെറ്റേഴ്സ് ഓൾസോ കാൾഡ് ബിസിനസ് ലെറ്റേഴ്സ്. എന്താണ്, ഫോർമൽ ലെറ്ററുകളെ നമ്മൾ ബിസിനസ് ലെറ്റേഴ്സ് എന്നും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെറ്റേഴ്സ് എന്നും പറയുന്നുണ്ട്. Formal letters also called business letters or professional letters are letters that are written in a strict and specific format. എന്താണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്നതാണ് എന്ത്, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഫോർമൽ ലെറ്റർ ആർ നാച്ചുറലി മച്ച് മോർ ഫോർമൽ ഇൻ സ്റ്റൈൽ ദാൻ ഇൻഫോർമൽ. എന്താ പറയുന്നത്,
ഇൻഫോർമലിനേക്കാൾ ഒരുപാട് വ്യത്യാസപ്പെടുന്നതാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് എഴുതുന്നതാണ് അല്ലേ. ഈ ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോഴോ ഒരിക്കലും അത് അത്തരത്തിലുള്ളൊരു ലെറ്റർ അല്ല. അതിൻ്റെ സ്ട്രക്ചറിലായാലും ഭാഷയിലായാലും ഒക്കെ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇൻഫോർമൽ ലെറ്റർ ഫ്രണ്ട്സിന് അയക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഫോർമൽ ലെറ്റർ എന്താണ്, നമ്മുടെ ഓഫീസിലുള്ള അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അയക്കുന്നതാണ് അല്ലേ. ഫോർമൽ ലെറ്റേഴ്സ് ക്യാൻ ബി റിട്ടൺ ഓർ എ നമ്പർ ഓഫ് റീസൺസ് സച്ച് ആസ് ടു എക്സ്പ്രസ് യുവർ കൺസേൺസ് ഇൻ ദ പ്രൊഫഷണൽ സെറ്റപ്പ്. എന്താണ്, പ്രൊഫഷണൽ സെറ്റപ്പിൽ നമ്മുടെ കൺസേണുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് എഴുതുന്നത്. ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്നത് എങ്ങനെയായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും. ടു പ്രൊവൈഡ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് യുവർ വർക്ക് സ്പേസ്. എന്താണ്, നമ്മുടെ വർക്ക് സ്പേസിനുള്ളിൽ ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു അങ്ങനെയും ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ എഴുതാറുണ്ട്. ടു ഓർഡർ ഗുഡ്സ് ടു അപ്ലൈ ഫോർ എംപ്ലോയ്മെൻറ്റ്. എന്താ പറയുന്നത്, ഗുഡ്സുകൾ ഓർഡർ ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനൊക്കെ അയക്കുന്ന ലെറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ടു ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. എന്താണ്, ഒരു ന്യൂസ് റിപ്പോർട്ടർ വിവിധ തരം മേഖലകളിലുള്ള പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്, ഒരു ഫോർമൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഫോർമൽ ലെറ്ററിൻ്റെ കാര്യങ്ങൾ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് എ ഫോർമൽ ലെറ്റർ ആണ് പറയാൻ പോകുന്നത്. എന്താണ് ഒരു ഫോർമൽ ലെറ്ററിൻ്റെ സ്ട്രക്ചർ എന്നാണ് പറയാൻ പോകുന്നത്. In order to be able to write a formal letter, you have to first understand the reason behind the letter. എന്താണ്, ഒരു ഫോർമൽ ലെറ്റർ എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും എന്തറിഞ്ഞിരിക്കണം, ആ ലെറ്റർ എഴുതുന്നതിൻ്റെ കാരണം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Okay, as far as formal letters are concerned, the structure of a letter change depending on the type of letter. എന്താ പറയുന്നത്, അപ്പോൾ ലീവ് ലെറ്ററിനനുസരിച്ചിട്ട് നമ്മുടെ കാരണങ്ങൾക്കനുസരിച്ചിട്ട് ലെറ്ററിൻ്റെ സ്ട്രക്ചർ മാറുമെന്നാണ് പറയുന്നത്. ദർ ആർ ദ സർട്ടൈൻ റൂൾസ് ടു ബി ഫോളോഡ് ടു ബി ഏബിൾ ടു ഡ്രാഫ്റ്റ് എ ഫോർമൽ ലെറ്റർ. എന്താണ്, നമ്മളൊരു ഫോർമൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് റൂൾസ് നമ്മളതിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എവറി സെൻറ്റൻസ് ഷുഡ് ബി വെൽ തോട്ട് ഔട്ട് ആൻഡ് സോറി മിസ്സിന് ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്, ചെറിയൊരു പനിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ എന്താ പറയുന്നത്, every sentence should be well thought out and laid down in such a way that the message you want to convey should be precise and clear to the reader. എന്താ പറയുന്നത്, നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് ഈ വായിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, ഇത് വ്യക്തമായിട്ട് ഈ ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് ചെയ്തിട്ടുള്ള ഭാഷയിൽ നമ്മൾ എഴുതരുത് എന്നാണ് പറയുന്നത്. ഒരുപാട് ലാഗായിട്ടുള്ള ഭാഷയിൽ നമ്മൾ എഴുതാൻ പാടില്ല. നമ്മൾ കാരണം ഇപ്പം നമ്മൾ ലീവ് ലെറ്റർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതണം, എനിക്ക് പനിയായത് കാരണം ഞാൻ ഇന്ന് ലീവാണ് എന്ന് മാത്രം നമ്മളവിടെ കാണിച്ചാൽ മതി അല്ലേ. ഇത് ഫോർമൽ ലെറ്റർ ആകുമ്പോൾ, അതൊരു ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോൾ അല്ലേ, എനിക്ക് പനിയായത് കാരണം ഞാൻ ലീവാണ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ മഴ ഉണ്ടായിരുന്നു, മഴ കൊണ്ടപ്പോൾ എനിക്ക് പനി വന്നതാണെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ഫോർമൽ ലെറ്ററിൽ എഴുതേണ്ടതില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്തൊരു ഫോർമൽ ലെറ്റർ എഴുതുകയാണ്, എന്തെങ്കിലും ഒരു ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളവിടെ എഴുതേണ്ടത്. അല്ലാതെ ലാഗ് അടിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ എഴുതാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ് ആണ് അടുത്തത് പറയുന്നത്. ബിസിനസ് ലെറ്റർ, ലെറ്റേഴ്സ് ഫോർ അപ്ലിക്കേഷൻ, ലെറ്റേഴ്സ് ടു ന്യൂസ് പേപ്പർ. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ് ആണ് നമുക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ തികച്ചും ഔപചാരികമായി തികച്ചും ഒഫീഷ്യലായി എഴുതുന്ന ലെറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ ലെറ്റർ എന്ന് നമ്മൾ പറയുന്നത്. തികച്ചും ഔപചാരികമായി നമ്മൾ എഴുതുന്ന ലെറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ ലെറ്ററിനെ 3 തരം ലെറ്ററുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതുന്ന ലെറ്ററുകൾ. ഇപ്പം നമ്മുടെ എന്താ പറയുന്നത്, ഒരു ഓഫീസിലേക്ക് നമ്മളൊരു ലീവ് ലെറ്റർ കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ എന്താണ്
എന്തെങ്കിലും ഇപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാവാം, അതിനെ സംബന്ധിച്ചിട്ടുള്ള ലെറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലെറ്റർ ഫോർ ആപ്ലിക്കേഷൻ, നമ്മളെ ആപ്ലിക്കേഷൻ, അപ്പോൾ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു എഡ്യൂക്കേഷൻ ആവാം, ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു ബാങ്കിൽ ചെന്നാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ലെറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെറ്റേഴ്സ് ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഫോർമൽ ലെറ്ററിൻ്റെ ഭാഗത്തിൽ വരുന്നതാണ്. ദെൻ ലെറ്റേഴ്സ് ടു എന്താണ്, ന്യൂസ് പേപ്പറിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റർക്ക് കൊടുക്കുന്നത് അല്ലേ. അവർക്ക് വേണ്ടി നമ്മൾ എഴുതുന്ന ലെറ്ററാണ്, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ലെറ്ററാണ് ലെറ്റേഴ്സ് ടു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ഫോർമൽ ലെറ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, ലെറ്റർ റൈറ്റിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ 2 തരം ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും. അങ്ങനെ 2 തരം ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്, കസിൻസിന്, നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ നമ്മൾ അയക്കുന്ന അനൗപചാരികമായ, നമ്മുടെ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു കത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ ലെറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തികച്ചും ഒഫീഷ്യലായി ഒരു ബിസിനസ് ലെറ്ററായിട്ട് നമ്മൾ എഴുതുന്ന കത്തുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ താങ്ക് യു.